ഹായ് ഫ്രണ്ട്സ്, ഇത് വയലട റിസോർട്ടാണ് കേട്ടോ. വയലട റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ പോയതാണ് കേട്ടോ. അതിൻ്റെ വേദൻ്റെ അച്ഛൻ വന്നപ്പോൾ ഞങ്ങളങ്ങനെ റിസോർട്ടിൽ പോയതാണ്. കാണാൻ നല്ല ഇതാണ് കേട്ടോ. നമ്മൾ റിസോർട്ടിലിരുന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ശേഷം വേഗം സ്വിമ്മിംഗ് പൂള് കണ്ട വഴിക്ക് രണ്ടാളും അതിലേക്കാണ് പോയി ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ് ആദ്യം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. വേദമോളും ഇറങ്ങാൻ റെഡി ആയിട്ട് നടക്കുകയാണ്. പിന്നെ അവന് അത്യാവശ്യം നീന്താനൊക്കെ അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, അവൻ വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ വേദമോളും വരുമൊക്കെ നല്ല കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോണ സമയത്ത് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. റിസോർട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നീന്തലൊക്കെ രണ്ടാളും നീന്തി, അച്ഛനോ എല്ലാവരും നീന്തി കഴിഞ്ഞ് പിന്നെ മാറ്റി സ്നാക്സ് കഴിക്കുന്ന ടൈമാണ് കേട്ടോ. സ്നാക്സ് അവിടെ കിട്ടിയത് ബൂസ്റ്റ്, നമ്മൾ പറഞ്ഞത് ബൂസ്റ്റും പിന്നെ ചിക്കൻ പക്കോടയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അത് പിന്നെ കഴിച്ച് അപ്പോഴേക്ക് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ അങ്ങനെ അസ്തമിക്കാനുള്ള ഒരു ഇതിൽ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാഴ്ചകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഒന്നുകൂടെ പിന്നെയും ഒന്നുകൂടെ ഇറങ്ങണം, വെള്ളത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ ഇറങ്ങി. കാരണം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ ഇറങ്ങി, രണ്ടുപേരും ഇറങ്ങി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ 2 ടൈമും ഒന്ന് ഉച്ചയ്ക്ക് പോയ പാടെയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരത്തും അങ്ങനെ കേട്ടോ. പിന്നെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് ഞങ്ങൾ കുളിക്കുന്നതിന് മുന്നേ എടുത്തതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് എടുത്തതാണ്. പിന്നെ ഞങ്ങൾ ആക്ടിവിറ്റി പ്ലാനറ്റ്സിലേക്കാണ് അടുത്ത് വന്നത് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും കളിക്കുക. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ചൊന്നുമില്ല, കുറ്റിയാടിയാണ് ഉള്ളത്. നമ്മൾ ഇത് 1 മണിക്കൂർ 1.25 മണിക്കൂറോളൊക്കെ ഉണ്ടായിരുന്നു ട്രാവലിങ്. പിന്നെ അവിടെ വന്ന് പാർക്കിൽ എല്ലാവരും വേദയും ആദ്യമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കളിക്കുകയൊക്കെ ചെയ്യണം. ഓരോന്നിലും അങ്ങനെ കഴിയതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവൾക്ക് ഫ്രീ ആയിരുന്നു, അവളിനെ എല്ലാത്തിനും കയറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ടിക്കറ്റ് എടുത്തു. ഒരു ദിവസമൊക്കെ മക്കളിനെ വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ കളിക്കാനുണ്ട്. പക്ഷെ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ പോണ സമയത്തെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഒരു 10 മണിക്ക് ഇറങ്ങി 11:30 ആകുമ്പോൾ ഞങ്ങളെത്തി. 11:30 എന്ന് പറഞ്ഞാൽ നല്ല. പിന്നെ ഒരു 3:30 വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നുണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊന്നും ഭക്ഷണമൊന്നും വേണ്ട, ഫുള്ള് കളിന. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നോക്കിയാൽ വേദം ഒരുപാട് മുകളിലേക്കൊക്കെ പോയി, ഏറ്റവും ടോപ്പ് വരെയൊക്കെ പോയിട്ട് അതിന്നൊക്കെ ഉരുതി വരികയൊക്കെ ചെയ്തിട്ടോ. കുറേ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. അവള് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ അയ്യോ അതിൻ്റെ ഉള്ളിൽ പെട്ടു പോകുന്നുള്ള പേടിയും ഒക്കെ. പക്ഷെ അവൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. അവളെല്ലാത്തിനും വളരെ ആക്റ്റീവായിട്ട് കയറുകയൊക്കെ ചെയ്തു. മോനാണ് ആദ്യമാണ് പിന്നെയും കുറച്ചുകൂടെ ഒന്ന് മെല്ലെ ആക്കി. എന്നാലും ഉണ്ട്. അതിൽ കണ്ട 3 ബോളാണ് ഉണ്ടാവുക. ഏറ്റവും മുകളിലത്തെ ബോളിൽ കയറിയിട്ടാണ്, ഏറ്റവും ടോപ്പിലത്തേൽ കയറിയിട്ടാണ് ഇപ്പോൾ വരിക. അത് ആദ്യമാണ് വരുന്നത്. ഇത് കൂടെ അവളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും അതിലേക്ക് കയറി പോവാണ്. ഏറ്റവും ടോപ്പിൽ പോയിട്ട് വരും. 2ാമത്തേൽ വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ വരാൻ പറഞ്ഞ് 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ വന്നു. പിന്നെ ഏറ്റവും മുകളിൽ പോയിട്ട് അതൊന്ന് വന്നു. കുട്ടികളായിട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു ഇതാണ് കേട്ടോ. അവർ ഫുള്ള് എൻജോയ് ചെയ്യും. പക്ഷെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നോക്കണം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. വേദ അതിൽ കൂടെയൊക്കെ കയറി പോവുകയാണ്. അപ്പം ഞാൻ കുറച്ച് ആ ടൈമിൽ അവിടെ ഉള്ള ചെടികളും ഒക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അതാണ് അവളിപ്പോൾ 2ാമത്തേൽ കൂടെയാണ് വന്നത് കേട്ടോ. അതാ വരുന്നത് കണ്ടോ. അവള് ഭയങ്കര ഹാപ്പിയാണ് വരുന്നതായാലും. അവള് എന്നിട്ട് മതിയെന്ന് പറഞ്ഞിട്ടും കേൾക്കല്ല, വീണ്ടും അവൾക്ക് കയറണം.
പിന്നെ ഇതൊരു കേട്ടോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിലിങ്ങനെ ഒരു സൈഡിൽ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകുന്ന കാരണം ആരോ കണ്ടോ, അതിലൊക്കെ വേദ കയറുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ സ്റ്റെപ്പൊക്കെ അവൾ കയറി ഫുൾ ടൈം അവൾ കയറി എന്നുള്ളതാണ്. അവൾ ഫുൾ ടൈം ഒരു കുറച്ച് പോലും റെസ്റ്റ് എടുക്കാണ്ട് 3 മണി വരെ ഫുള്ള് ഇതാണ്. ഭക്ഷണമൊന്നും വേണ്ട, വിശപ്പൊന്നുമില്ല, അമ്മ വിശക്കണില്ല. എന്നിട്ട് പിന്നെ വരുന്ന സമയത്ത് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്ത്. ബിരിയാണി വേണമെന്നും പറഞ്ഞിട്ട് അതൊന്നും കഴിച്ചതേ ഇല്ല. മോളും കഴിച്ചില്ല, മോനും കഴിച്ചില്ല. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. ആദ്യം ആ ഒരു റൈഡ് നല്ല ഇഷ്ടമായി. അവ അതിൽ കുറേ നേരം കളിച്ചായിരുന്നു. സ്കൂൾ കുട്ടികൾ നിറയെ ഉണ്ടായിരുന്നു. ഓരോ റൈഡിൽ കളിക്കാവുമ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികളായതുകൊണ്ട് ഇവൻ ഫുൾ എല്ലാത്തിലും കയറാൻ അവന് കഴിയുമെങ്കിലും അവന് കയറാൻ കഴിയില്ല. ഒരുപാട് തിരക്ക് കാരണം കയറാൻ കഴിയാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇവിടെ എത്തിയപ്പോഴാണൊന്നും കുട്ടികളില്ല, അതൊന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. വേദമോള് കണ്ടു അപ്പുറത്ത് കൂടെ കയറി ഇപ്പുറത്ത് കൂടെ ഇറങ്ങുന്നത്. ഞാനൊക്കെ ഇത് കൂടെ ഒരു പ്രാവശ്യം കയറുമ്പോഴേക്കും എൻ്റെ കാലൊക്കെ വേദനിക്കാൻ പറയും. അവൾ പക്ഷെ ഒരു 2-3 പ്രാവശ്യമൊക്കെ അതിലൊക്കെ കയറി കളിക്കുകയൊക്കെ ചെയ്തിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ പോയിട്ട്. അതാണ് മോനത് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കുറേയൊക്കെ എടുത്തിട്ടുള്ളൂ. കുറേ വീഡിയോസ് മക്കളുടെ പിന്നാലെ പോയതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലുള്ള ചാലഞ്ച് ഇതിലൊക്കെ അവൾ നല്ലോണം ചെയ്തിട്ടുണ്ട്. ആദ്യം അതുപോലെ തന്നെ അത് അപ്പുറത്ത് കൂടെയൊക്കെ ചാലഞ്ചിങ് ആയിട്ടുള്ളതൊക്കെ കയറണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലവൾക്ക് പക്ഷെ പേടിയായി. അത് ഇളകണ കണ്ടപ്പോൾ അവൾക്ക് പേടിയായി. പക്ഷേ ഈ ചാടുന്നതിലൊക്കെ ഇങ്ങനെ ചാടി കളിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. കുറേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. സ്കൂൾ കുട്ടികൾ ഒരുപാടല്ലേ, അപ്പോൾ നമുക്ക് മക്കളെ ഫ്രീ ആയിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത്, പിന്നെ ഇങ്ങനത്തെ റൈഡിലും കണ്ട എല്ലാ റൈഡിലും കുറേ കുട്ടികളുണ്ടാവുക. അപ്പോൾ കുട്ടികളുള്ള സമയത്ത് നമുക്ക് അധികം വീഡിയോ എടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. കിട്ടിയതൊക്കെ കുറേശ്ശെ എടുത്തിട്ടുണ്ട് എന്നുള്ളൂ. ഷോർട്സ് വീഡിയോസൊക്കെ ആക്കിയിടാം വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലാവരും നമ്മുടെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് 2-3 ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ച് വരുന്ന സമയത്ത് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഇത് എൻട്രിയിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു JCB പോകുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് കയറാൻ ഇത് നല്ലൊരിതാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. JCB